الحمد لله رب العالمين الرحمن الرحيم شرع لنا دينه القويم فحث على التفاؤل والأمل والاجتهاد والعمل ونشهد أن لا إله إلا الله ونشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم واتقوا الله وعلى الله فليتوكل المؤمنون. സഹോദരങ്ങളെ, അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ആ രീതിയിൽ ജീവിക്കുവാനും ആ രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും അവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യരെന്ന നിലക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ഘട്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ടവരാണ് നാം, കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് നാം. ആഗ്രഹിച്ചാലുമില്ലെങ്കിലും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളും ജീവിതത്തിൽ കടന്നു വരാം. നമ്മളൊക്കെ പലരും അനുഭവിച്ചവരാണ്, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരൻ്റെ ജീവിതം നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ 4 പൊന്നുമക്കൾ അദ്ദേഹത്തെ വിട്ടുപോയി. അള്ളാഹു ആ സഹോദരനും സഹോദരിക്കും സബറിനുള്ള കരുത്ത് നൽകുമാറാകട്ടെ. ആ മക്കളെ സ്വർഗപൂങ്കാവനത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ആ മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതല്ലാത്ത പല സിറ്റുവേഷൻസിലൂടെയുമൊക്കെ നമ്മളൊക്കെ കടന്നുപോയിട്ടുണ്ട്. ചില കച്ചവടക്കാർ കച്ചവടം തുടങ്ങി വലിയ നഷ്ടം സംഭവിച്ചു പോകാറുണ്ട്. ഓർത്തിരിക്കാതെ ചിലപ്പോൾ ചില രോഗങ്ങളൊക്കെ നമ്മളെ ബാധിക്കാറുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്തായിരിക്കണം, അതാണ് നാം ചിന്തിക്കേണ്ടത്. വിശ്വാസികളെന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു. ഒരു സെക്കൻഡ് പോലും, ഒരു മില്ലി സെക്കൻഡ് പോലും അശ്രദ്ധയില്ലാതെ അള്ളാഹു നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്, വത്തഖുല്ലാഹ് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നിങ്ങൾ ആ അള്ളാഹുവിനെയാണ് സൂക്ഷിക്കേണ്ടത്, ആ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയാണ് സൂക്ഷിക്കേണ്ടത്. വിശ്വാസികൾ ആ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്നവരാകണം. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം, നമ്മൾ മറ്റു പലതിലും നമ്മളെ ഭരമേൽപ്പിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജീവിതത്തിലെ പ്രയാസകരമെന്ന് തോന്നുന്ന അവസ്ഥകളെ അതിജയിച്ചു പോകാൻ നമുക്ക് സാധിക്കാതെ പോകാറുണ്ട്. നമുക്കിത് സംഭവിക്കാൻ പാടില്ല. നമ്മൾ വിശ്വാസികളാണ്. നമുക്കുണ്ടാകേണ്ടത് പ്രതീക്ഷയായിരിക്കണം. നമ്മുടെ പ്രതീക്ഷ മറ്റെന്തെങ്കിലും ആകരുത്. റബ്ബുൽ ആലമീൻ നമുക്ക് നന്മ മാത്രമാണ് തരിക എന്ന പ്രതീക്ഷ. ഈ കയറ്റത്തിനപ്പുറം ഒരിറക്കമുണ്ട് എന്ന പ്രതീക്ഷ. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും നമുക്കിഷ്ടപ്പെട്ടതും വേണ്ടപ്പെട്ടതുമായിരിക്കണം. എത്ര
പ്രതിസന്ധികൾ നിറഞ്ഞ ഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് എങ്കിൽ പോലും വിശുദ്ധ ഖുർആനിൽ മനോഹരമായ ഒരു അധ്യായമുണ്ട്, തലാഖിനെ കുറിച്ച് പറയുന്ന അധ്യായം. എല്ലാവർക്കും അറിയാം, തലാഖ് ഒരു വല്ലാത്ത അവസ്ഥയാണ്. എപ്പോഴെങ്കിലും അത് ചെയ്യുകയോ ചെയ്യേണ്ടി വരികയോ ഒക്കെ ചെയ്തവർക്കതറിയാം. ഈ തലാഖിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിലെ 1-ാമത്തെ വാചകം, ആ വാചകത്തിൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ലാ തദ്രി ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ. സഹിക്കാനാവാത്തതാണ് ത്വലാഖ് എന്ന സിറ്റുവേഷൻ. പക്ഷേ അള്ളാഹു പറയുന്നത്, അത് പറഞ്ഞിട്ട് ഇതിനു ശേഷം അള്ളാഹു പുതുതായി വല്ല കാര്യവും കൊണ്ടുവന്നേക്കുമോ എന്ന് നിനക്കറിയില്ലല്ലോ. നീ പ്രയാസപ്പെടേണ്ടവനല്ല, നിന്നെ പ്രയാസപ്പെടുത്തുക അള്ളാഹുവിൻ്റെ ലക്ഷ്യവുമല്ല. ഈ വചനം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത പ്രതീക്ഷ നിറക്കേണ്ട വചനമാണ്. നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് ശക്തി നൽകേണ്ട വചനമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെപ്പോഴും ശുഭപ്രതീക്ഷയുടെ ആളുകളാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുൽ ഫഅലൽ ഹസൻ. ശുഭപ്രതീക്ഷയായിരുന്നു നബിക്കിഷ്ടം, അശുഭം നമുക്കുള്ളതല്ല. ഈ ശുഭപ്രതീക്ഷയിലേക്ക് നമ്മൾ എത്താൻ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളൊരു സാധാരണ കാനേഷുമാരി മുസ്ലിമായി ജീവിച്ചാൽ ആ ശുഭപ്രതീക്ഷയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല. പ്രതീക്ഷിക്കാത്ത വല്ലതും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ വരുമ്പോൾ അസഹ്യമായ അനുഭവങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശുഭപ്രതീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട 1-ാമത്തെ കാര്യം ഹുസ്നുൽ ളന്നി ബില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് സൽവിചാരമേ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ അസ്മാഉകളും സിഫാത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതാണ് ശുഭപ്രതീക്ഷയുടെ താക്കോൽ എന്ന് പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരം. ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുമേനിയുടെ നാവിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അന ഇൻദ ളന്നി അബ്ദി ബി. അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ചിത്രമൊന്ന് മാറണം. അള്ളാഹു പറയുന്നത്, അന ഇൻദ ളന്നി അബ്ദി ബി. എൻ്റെ അടിമ എന്നെക്കുറിച്ച് നല്ലതാണ് വിചാരിക്കുന്നതെങ്കിൽ അവന് നല്ലത് കിട്ടും. എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചീത്തയാണ് വിചാരിക്കുന്നതെങ്കിൽ അവന് കിട്ടി ചീത്തയായിരിക്കും. എന്താണോ എൻ്റെ അടിമ എന്നെക്കുറിച്ച് ധരിക്കുന്നത്, വിചാരിക്കുന്നത്, അവിടെ ഞാനുണ്ട്. അതാണ് ഞാൻ. സത്യത്തിൽ ഈ വാചകം നമ്മളെ സമാധാനിപ്പിക്കേണ്ട വാചകമല്ലേ? ഈ വാചകത്തിലൂടെ നമുക്ക് ശുഭപ്രതീക്ഷ കാണാൻ സാധിക്കുന്നില്ലേ? കാണട്ടെ. ആരാണ് അള്ളാഹു എന്ന് നമ്മൾ ഓർക്കണം. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും അള്ളാഹു ചെയ്ത വാഗ്ദത്തം ലംഘിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ അള്ളാഹുവാണ് പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു മാ ഉഅതിയ അബ്ദുൻ മുഅ്മിനുൻ ഖത്തു ശൈഅൻ ഖൈറൻ മിൻ ഹുസ്നിൽ ളന്നി ബില്ലാഹ് വലാ യുഹ്സിനു അബ്ദുൻ അൽളന്ന ഇല്ലാ അഅതാഹു അല്ലാഹു ളന്നഹു. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആ ഇലാഹാണേ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങുന്ന വാചകം അതിമനോഹരമാണ്. അള്ളാഹുവിനെക്കുറിച്ച് നല്ല ചിന്തകൾ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒന്നും ഒരു വിശ്വാസിയായ അടിമക്ക് ഒരിക്കലും ലഭിക്കില്ല. അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത. മാ ഉഅതിയ അബ്ദുൻ മുഅ്മിനുൻ ഖത്തു ശൈഅൻ ഖൈറൻ മിൻ ഹുസ്നിൽ ളന്നി ബില്ലാഹ്. ഒരടിമക്ക് ലഭിക്കേണ്ട ഏറ്റവും നല്ല കാര്യം അതായിരിക്കണം. വലാ യുഹ്സിനു അബ്ദുൻ അൽളന്ന ഇല്ലാ അഅതാഹു അല്ലാഹു ളന്ന. ഒരടിമ അള്ളാഹുവിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അള്ളാഹു നൽകുമെന്ന് ഉറപ്പുള്ളവരാകണം നാം. അവിടേക്കാണ് നാം എത്തേണ്ടത്. അങ്ങനെ ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ നമുക്കാവൂ. സഹോദരങ്ങളെ, അള്ളാഹുവാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, ഞാനും നിങ്ങളുമല്ല.
അള്ളാഹു നിയന്ത്രിക്കുമ്പോൾ അള്ളാഹുവിന് റഹ്മത്തോടു കൂടിയാണ് അള്ളാഹു നിയന്ത്രിക്കുക, ഹിക്മത്തോടു കൂടിയാണ് അള്ളാഹു നിയന്ത്രിക്കുക. അതുകൊണ്ട് എന്താണോ അള്ളാഹു ചെയ്യുന്നത് അതിൽ സൽവിചാരമുള്ളവരായി നാം എല്ലാ അവസ്ഥയിലും മാറണം. സഹോദരങ്ങളെ, നമുക്കൊരു ചിന്ത മാത്രമേ പാടുള്ളൂ. നമ്മുടെ മുദ്രാവാക്യം ഒന്നായിരിക്കണം, ഹസ്ബുനല്ലാഹ് സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലി. ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹു മതി, അല്ലാഹു മതി. സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു അവൻ്റെ ഫദ്ലിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് നമുക്ക് നൽകും. അല്ലാഹു മതി, വേറെ ആരും വേണ്ട. നമുക്ക് ആ ചിന്തയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിലും സന്താപത്തിലും ശുഭപ്രതീക്ഷയുള്ളവരായി മാറണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഗാർ സൗറിൽ, സൗർ ഗുഹയിൽ വെച്ച് പറഞ്ഞ സംഭവം. എല്ലാവരും അന്വേഷിക്കുന്നത് ഈ രണ്ട് മനുഷ്യരെയാണ്. അവരുടെ തലക്ക് വലിയ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ തോളിൽ തട്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മാ ളന്നുക യാ അബൂബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അള്ളാഹു മൂന്നാമനായുള്ള രണ്ടുപേരെ കുറിച്ച് അബൂബക്കർ താങ്കൾക്ക് എന്തു തോന്നുന്നു? നമ്മളൊറ്റക്കല്ല, അങ്ങനെ ആരും കരുതരുത്. നമ്മുടെ കൂടെ അള്ളയുണ്ട്. അതാണ് ശുഭപ്രതീക്ഷ, അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടൊരു വാക്കുണ്ട്, മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബ. ഒരടിമക്ക് വല്ല ആപത്തും ബാധിച്ചു, ഫയഖൂലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ടവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ, അല്ലാഹുവേ, എനിക്ക് വന്നുവട്ടിട്ടുള്ള ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം തരണമേ, കൂലി തരണമേ, ഈ മുസീബത്തിന് പകരമായി നന്മ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, ഇല്ലാ അജ്റഹുല്ലാഹു ഫീ മുസീബതി, അവന് ബാധിച്ച ആ മുസീബത്തിന് പകരം അല്ലാഹു പ്രതിഫലം നൽകും. വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, അല്ലാഹു അതിന് പകരം അവന് നന്മ നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ഇനിയാണ് കാര്യം. അവർ തന്നെ പറയുന്നു, എൻ്റെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ മുസീബത്തുണ്ടോ? അവർ പറയുകയാണ്, ഞാൻ യഖീനോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം അത് യഖീനുണ്ടാകണം, ഉറപ്പ്. കിട്ടുമോ? കിട്ടും. അവർ പറയുന്നു, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചത്? ചരിത്രം നമുക്കറിയില്ലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അബൂ സലമയുടെ സ്ഥാനത്ത് ഭർത്താവായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് ലഭിച്ചത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കണം, സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്ര, സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്ര. ഏത് പ്രതിസന്ധികൾക്ക് ശേഷവും അല്ലാഹു എളുപ്പമുണ്ടാക്കും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹത്തുക്കൾ പറഞ്ഞതുപോലെ ഇസ്തഅമൽ ഫീ കുല്ലി ബലിയത്തിൻ തുസീബുക ഹുസ്നുൽ ളന്ന് ബില്ലാഹി ഫീ കശ്ഫിഹാ. ഏതാപത്ത് നിങ്ങൾക്ക് സംഭവിച്ചാലും ആ ആപത്തിൽ നിന്നുള്ള മോചനമായി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ ആയുധം ഹുസ്നുൽ ളന്ന് ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സൽവിചാരമാകണം. സഹോദരന്മാരെ, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഒരു വിശ്വാസി അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് എത്തുക. അള്ളാഹു കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമതായി സഹോദരന്മാരെ, ശുഭപ്രതീക്ഷയിലെത്താൻ നമ്മൾക്ക് വലിയ പ്രതീക്ഷ വേണം. നിരാശ നമുക്ക് വരരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും, നിരാശ എന്നത് നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് വെട്ടിക്കളയേണ്ട ഒരു വേർഡാ. പാടില്ല നമുക്ക് നിരാശ. ഓർമ്മയില്ലേ നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാമിനെ കുറിച്ച്?
അദ്ദേഹത്തിൻ്റെ 2 പൊന്നോമന മക്കൾ നഷ്ടപ്പെട്ടു. ആ പൊന്നോമന മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ പോലും മറ്റു മക്കളോട് അദ്ദേഹം പറയുന്നുണ്ട്, യാ ബനിയ ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വഅഖീഹി വലാ തൈഅസു മിർ റൗഹില്ലാഹ്. മക്കളെ, തെരഞ്ഞു നോക്കി പോയിട്ട് യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും നിങ്ങൾ തെരഞ്ഞു നോക്കണം. എന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, വലാ തൈഅസു മിർ റൗഹില്ലാഹ്. അള്ളാഹു നൽകാനിരിക്കുന്ന ആശ്വാസത്തെപ്പറ്റി ഒരിക്കലും നിങ്ങൾക്ക് നിരാശ വരരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കളിൽ, വളർന്നു വരുന്ന മക്കളിൽ ഈ ഒരു ചിന്ത വളർത്തണം, ഈ ഒരു പ്രതീക്ഷ വളർത്തണം. നിങ്ങളുടെ കുടുംബത്തിൽ ഈ പ്രതീക്ഷ ഉണ്ടാകണം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, താമസിക്കുന്ന സ്ഥലത്ത് കൂട്ടുകാർക്കൊക്കെ ഈ പ്രതീക്ഷ നൽകണം. ഈ പ്രതീക്ഷയാണ് ഹുസ്നുൽ വന്നിലൂടെ ഉണ്ടാകുന്ന ഈ പ്രതീക്ഷയാണ് നമ്മുടെ കരുത്തെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, ശുഭപ്രതീക്ഷ കിട്ടാൻ മൂന്നാമതായി നമുക്കുണ്ടാകേണ്ടത് അൽ ഇസ്തിബ്ഷാറു ബിൽ ഖൈർ എന്നതായിരിക്കണം. ശുഭാപ്തി വിശ്വാസവും സുവിശേഷകരുമായിരിക്കണം നാം. ഒരു മുഅ്മിൻ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അവൻ സന്തോഷവാർത്ത അറിയിക്കുന്നവനായിരിക്കണം. അവൻ്റെ സ്വന്തം ജീവിതത്തിലായാലും മറ്റുള്ളവരുടെ ജീവിതത്തിലായാലും ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിന് ശേഷം ഒരു സന്തോഷമുണ്ട് എന്നുറപ്പുള്ളവനായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വാക്കുണ്ട്, ഏറ്റവും സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ ബിബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് മുസ്ലിം സൊസൈറ്റിയെ, ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. ലാ തഹ്സബൂഹു ശർറൻ ലക്കും. മഹദി ആയിഷ ബീവിയെ കുറിച്ച് തോന്നിയാസം പറഞ്ഞ് പരത്തിയില്ലേ മദീനയിലെ തെരുവുകളിൽ. അതുപോലും നിങ്ങൾ തിന്മയാണ്, ആപത്താണ് എന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. ബൽ ഹുവ ഖൈറുൻ ലക്കും. അത് നമുക്ക് ഖൈറാ. പറ്റുമോ നമുക്കാകാൻ? നമ്മളെപ്പറ്റി ഒരാൾ തോന്നിയാസം പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ തിരിച്ച് തോന്നിയാസം പറയാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ ഈ വികാരമുണ്ടാകണം. ഇതാണ് ഒരു വിശ്വാസിയുടെ സമാധാനം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, ബശ്ശിറു വലാ തുനഫിറു. നിങ്ങൾ സന്തോഷം പറയുന്നവരാകണം, വെറുപ്പുണ്ടാക്കുന്നവരാകരുത്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങളൊക്കെ അങ്ങനെയായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ, അദ്ദേഹത്തെക്കുറിച്ച് റസൂൽ തന്നെ പറയുന്നു, യുഅ്ജിബുനി അൽ ഫഅലു സ്സാലിഹ് അൽ കലിമത്തുൽ ഹസന. ശുഭസൂചനകളാണ് എനിക്കിഷ്ടം. ശുഭസൂചനകൾ വരിക നല്ല വാക്കുകളിലൂടെയാണ്. നല്ല വാക്കുകൾ തിരഞ്ഞെടുത്ത് സംസാരിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, അറബികൾ എപ്പോഴും ഖൈർ ഖൈർ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു സംസാരം തുടങ്ങുമ്പോൾ അബ്ഷിർ എന്ന് പറയും. അബ്ഷിർ, ബിഷാറ നൽകുന്നവരാകണം നാം. അവിടേക്കാണ് നാം എത്തേണ്ടത്. സഹോദരങ്ങളെ, ശുഭപ്രതീക്ഷ നമുക്ക് ജീവിതത്തിൽ സ്ഥിരമായി കിട്ടാൻ വേണ്ട 4ാമത്തെ ഗുണം, നമ്മളെപ്പോഴും പോസിറ്റീവ് ചിന്തകളുടെ ആളുകളാണ്. ഇന്ന് പരക്കപ്പെടുന്നതൊക്കെ നെഗറ്റീവ് ചിന്തകളാണ്. നമ്മുടെ മീഡിയകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കുറ്റകൃത്യങ്ങളുടെയും വഞ്ചനകളുടെയും ഒക്കെ വലിയ വാർത്തകളാണ്. ആ വാർത്തകളൊക്കെ വായിച്ച് അല്ലെങ്കിൽ കേട്ട് നമ്മളൊക്കെ ഒരുതരം നെഗറ്റീവ് ചിന്തകളുടെ ആളുകളായി മാറണം. നമുക്ക് മാറാൻ സാധിക്കണം. നോക്കൂ, നമ്മൾ ആരായിരിക്കണം? നമുക്ക് പുരോഗതി ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതം നന്നാകണമെങ്കിൽ നമ്മുടെ കൂടെ 2 ഗുണങ്ങൾ ഉണ്ടാകണം. ഒന്ന് അസ്സബർ, രണ്ടാമത്തേത് അർരിദ. അസ്സബറു വരിദ. സബറും ഉണ്ടാകണം, തൃപ്തിയും ഉണ്ടാകണം, സംതൃപ്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന് എഴുതിയ ഒരു കത്തുണ്ട് ചരിത്രത്തിൽ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നൽ ഖൈറ കുല്ലഹു ഫിർരിദ. എല്ലാ നന്മകളും റിദയിലാണ്, സംതൃപ്തിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഫഇൻ ഇസ്തതഅത അൻ തർദാ വഇല്ലാ ഫസ്ബിർ. പറ്റുമെങ്കിൽ നിനക്ക് ഉണ്ടാകേണ്ടത് റിദയാണ്. അല്ലാഹു നൽകിയ ഒന്ന് തൃപ്തിപ്പെടുക. തൃപ്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിലാണ് എന്ത്? സബർ. സുബ്ഹാനല്ലാഹ്. അപ്പം സബറിനേക്കാൾ മുമ്പിൽ നിൽക്കേണ്ടത്
തൃപ്തിയാണ്. നമ്മൾ തൃപ്തിപ്പെടുന്നവരാകണം. അള്ളാഹു ആ ഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെ ഓർക്കുക, ശുഭപ്രതീക്ഷയുടെ ആളുകളാണ്. അതിന് യഖീനുണ്ടാകണം, തവക്കുലുണ്ടാകണം. അതിലൂടെ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതം സമാധാനമുള്ളതാകും. നമ്മുടെ എല്ലാം നന്മയിലേക്കെത്തും. നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ സമ്പന്നമാകും. അതോടൊപ്പം അള്ളാഹുവിൻ്റെ അടുത്ത് തൃപ്തിപ്പെട്ടവരായി നമുക്ക് മാറാൻ സാധിക്കും. അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹുമ്മ വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വത്താബിഈൻ. വറദല്ലാഹുമ്മ അൻ അബീ ബക്കറിൻ വഉമറ വഉസ്മാന വഅലി വഅൻ സായിരിസ് സ്വഹാബത്തിൽ അക്രമീൻ. اللهم اجعلنا لك بك مؤمنين ولك عابدين وإليك منيبين وبأسباب التفاؤل وقيمه متمسكين وبوالدينا بارين. اللهم ارحمهم كما ربونا صغارا يا أرحم الراحمين. اللهم احفظ دولة الإمارات وسائر بلاد المسلمين يا رب العالمين. اللهم احفظ بحفظك الشيخ محمد بن زايد رئيس الدولة، وأدم عليه التوفيق والسداد والإعانة، ووفقه ونوابه ولي عهده الأمين الشيخ محمد بن راشد، ولي عهده ونوابه وإخوانه حكام الإمارات لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان، شيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين. اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم اسقنا الغيث ولا تجعلنا من القانطين. اللهم اسقنا الغيث ولا تجعلنا من القانتين. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين، والحمد لله رب العالمين.